ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ പൗലോസിൻ്റെ കിച്ചണിലെ പല ഭരണങ്ങളും അലീനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അലീന ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് അവിടെ ഒരുപാട് സാധനങ്ങൾ വേസ്റ്റാക്കുകയാണ്. പച്ചക്കറികളും ഫിഷും മീറ്റും എല്ലാം ആവശ്യത്തിൽ കൂടുതൽ മേടിക്കുകയും ഒരു ദിവസം ഉപയോഗിച്ച പച്ചക്കറികളൊക്കെ പിറ്റേ ദിവസം ഫ്രഷ് അല്ലെന്ന് പറഞ്ഞെടുത്ത് കളയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല ഭക്ഷണ സാധനങ്ങൾ കൂടുതലും എടുത്ത് അവിടെ ജോലിക്ക് നിൽക്കുന്ന ചേച്ചി വരുമ്പോൾ അവർക്കെടുത്ത് കൊടുക്കുന്നു. ഇതിനെല്ലാം അലീന ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പൗലോസിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പൗലോസ് ചോദിക്കുന്നുണ്ട്, കുഞ്ഞെന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്? കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഞാനാണ് വർഷങ്ങളായി നോക്കിക്കൊണ്ട് വരുന്നത്. കെനൽ സാബ് പറയുന്നത് മാത്രമേ ഞാൻ അനുസരിക്കത്തുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ ഇതൊന്നും അലീനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അലീന ഈ കാര്യങ്ങളെല്ലാം അവതക്കുട്ടിച്ചായൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടിച്ചായൻ പറയുന്നുണ്ട്, മോളെ നീ എന്തിനാ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്? നീ ഇപ്പം കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകളല്ലേ, അതുകൊണ്ട് തന്നെ കിച്ചണിലെ കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കേണ്ട. അതെല്ലാം വർഷങ്ങളായിട്ട് പൗലോസ് അല്ലേ കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കും. വല്യപ്പച്ച അത് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ മാത്രം ഉണ്ടാക്കുക, ആവശ്യമുള്ളത് മാത്രം മേടിക്കുക. ഇത് ആവശ്യമില്ലാതെ കുറേ സാധനങ്ങൾ മേടിച്ച് വെറുതെ വേസ്റ്റായി കളയുക. ഇന്ന് തന്നെ ഫിഷ് മുറിച്ചത് തന്നെ ഒരുപാട് ഭാഗം എടുത്ത് വെട്ടി മുറിച്ച് കളയുക. അത് 2 പേർ കൂടി കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളാണ് പൗലോസേട്ടൻ വേസ്റ്റായി കളയുന്നത്. ഇതൊക്കെ പപ്പയുടെ കാശ് തന്നെയല്ലേ പോകുന്നത്? അതിലെങ്കിലും ലാലിച്ചിനൊരു പരാതി ഇല്ലല്ലോ, പിന്നെ നീ എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് പറയും. വല്യപ്പച്ച ഞാനൊരു അനാഥ മന്ദിരത്തിൽ നിന്ന് വന്നില്ലേ, എത്രയോ ദിവസങ്ങളിൽ ഞങ്ങൾ മറ്റുള്ളവർ കൊണ്ടുവരുന്ന ഭക്ഷണം കാത്തിരുന്നിട്ടുണ്ടെന്നറിയാവോ? മോളെ നീ എന്തിനാ എപ്പോഴും അനാഥ മന്ദിരത്തിലെ കാര്യം പറയുന്നത്? അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അലീന ആവത്തില്ല വല്യപ്പച്ച. ഞാൻ അവിടെ നിന്നില്ല, ഞാൻ പിച്ച വെച്ച് നടന്നതും കളിച്ച് വളർന്നു വന്നതും എല്ലാം അനാഥാലയത്തിൽ നിന്നാണ്. അപ്പോൾ എനിക്കൊരു നല്ല കാലം ഉണ്ടാകുമ്പോൾ എനിക്ക് അവരെ മറക്കാൻ പറ്റുമോ? എന്തോരം പൈസ ഇങ്ങനെ വേസ്റ്റായി കളയുന്നത്. ഒരാളുടെ ഈ വേസ്റ്റ് കളയുന്ന ഇത്രയും ഭക്ഷണം മറ്റെത്ര പേരുടെ വയറ് നിറയ്ക്കുമെന്നറിയാവോ? എന്തായാലും എനിക്കിതൊന്നും അനുവദിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. പൗലോസേട്ടൻ ഇങ്ങനെ സാധനങ്ങൾ വേസ്റ്റായി കളയാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഈ അലീന ഇവിടെ ഉള്ള സമയത്താണെങ്കിൽ അത് നടക്കത്തില്ലെന്ന് പറയും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അലീന കിച്ചണിലോട് ചെല്ലുന്നുണ്ട്. അലീനയെ കാണുന്നത് പൗലോസിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ വിനോദം അടുത്തുണ്ട്. ആ സമയത്ത് അവിടെ പുറത്ത് തൂക്കാൻ നിൽക്കുന്ന ചേച്ചി വന്നിട്ട് അകത്ത് സഞ്ചിയായിട്ട് വന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് കുറേ സാധനങ്ങൾ, കുറേ പലവ്യഞ്ജന സാധനങ്ങളും കുറേ ഫിഷും ഒക്കെ എടുത്ത് അവരുടെ കവറിലിട്ട് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് കുട്ടിച്ചാനും അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ചോദിക്കും, പൗലോസേട്ടാ ഈ ബിഗ് ഷോപ്പിലിട്ട സാധനങ്ങളെല്ലാം തിരിച്ചെടുക്കാൻ പറയും. അപ്പോഴത്തേക്ക് പൗലോസ് പറയും, ഇല്ല കുഞ്ഞ് നടക്കത്തില്ലെന്ന് പറയും. നടക്കുമെന്ന് ഞാനും നോക്കട്ടെ. ആ സാധനങ്ങളെല്ലാം തിരിച്ച് എടുത്തെടുത്ത് തന്നെ വെച്ചതിന് ശേഷം പൗലോസേട്ടൻ ഇനി ഇവിടെ ജോലി ചെയ്താൽ മതി. അത് നടക്കത്തില്ലെന്ന് പറയും. എങ്കിൽ പൗലോസേട്ടൻ ഇനി ഇവിടെ ജോലി ചെയ്യുന്നത് ഞാനും നോക്കട്ടെ എന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ അവിടെ ഒരു വാഗ്വാദം നടക്കുകയാണ്. അതിനുശേഷം പൗലോസ് കിച്ചണിലെ പണിയെല്ലാം നിർത്തി വെച്ചതിന് ശേഷം നേരെ സ്റ്റാൻലി അടുത്തോട്ട് പോവുകയാണ്. അങ്ങനെ ബിഗ് ഷോപ്പിൽ കൊടുത്ത സാധനങ്ങളെല്ലാം തിരിച്ച് എടുത്തെടുത്ത് തന്നെ അവർ വെക്കുകയാണ്. അതിനുശേഷം പൗലോസ് എന്നിട്ട് പറയുന്നുണ്ട്, സാബ് ഞാൻ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യങ്ങളും സാബിൻ്റെ മോൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ അടുക്കളയിൽ വന്ന് എന്നെ വെറുതെ ഭരിക്കുകയാണ്. ഞാൻ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വേസ്റ്റാകുമെന്നൊക്കെ പറയുന്നു. ഞാൻ ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ മാത്രമാണ് സാർ ഉപയോഗിക്കുന്നത്. വേസ്റ്റായ കേടുവന്ന സാധനങ്ങളൊക്കെ അതിൻ്റെ ചീത്തയായ ഭാഗം മുറിച്ചിട്ട് ബാക്കിയെടുത്ത് എങ്ങനെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്? സാബിനതൊന്നും ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രഷായിട്ട് സാധനങ്ങൾ ഉണ്ടാക്കി തരുന്നത്. പിന്നെ അലീന കുഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് വെറുതെ എന്നെ ഭരിക്കുകയാണ്. ഞാൻ ചെയ്യുന്നതൊന്നും ശരിയല്ല. ഞാൻ അമിതമായി പൈസ ചിലവായി കളയുന്നു, സാധനങ്ങൾ വേസ്റ്റായി കളയുന്നു. ഇവിടെ വേസ്റ്റ് വരുന്ന സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പുറം പണിക്ക് നിൽക്കുന്ന ആ ചേച്ചിക്ക് അവർക്ക് കൊടുക്കുന്നത്. ആ സാധനങ്ങൾ പോലും അലീനെ പിടിച്ച് വെപ്പിച്ച് അവിടെ മേടിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. കാരണം സ്വന്തം മകളെക്കുറിച്ച് അവിടുത്തെ ഒരു സെർവൻ്റ് തന്നെ വന്ന് കുറ്റം പറയാൻ കേൾക്കുമ്പോൾ അവസാനം പറയും, നീ പൊയ്ക്കോളാൻ പറയും. അങ്ങനെ അലീനെ വിളിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് കുട്ടിച്ചായനോട്ട് അങ്ങോട്ട് വരിക. ആ സമയത്ത് അലീനെ സ്റ്റാൻലി ചോദ്യം ചെയ്യുന്നുണ്ട്, നീ എന്തിനാ കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഇടപെടുന്നത്? വർഷങ്ങളായിട്ട് കിച്ചണിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് പൗലോസ് അല്ലേ, പൗലോസിനെ നീ ഭരിക്കാൻ ചെല്ലണമെന്ന് പറയും. അത് പപ്പേ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം വെറുതെ മേടിച്ച് വെച്ച് വേസ്റ്റായി കളയുക. കുറച്ച് സാധനങ്ങൾ മേടിച്ചുണ്ടാക്കിയാൽ പോരെ, അതിനു വേണ്ടി ഫുഡ് വേസ്റ്റായി കളയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അനാഥ മന്ദിരത്തിൻ്റെ കാര്യം പറയാൻ പോകുമ്പം കുട്ടിച്ചായൻ കണ്ണ് കാണിക്കും, പറയില്ലേന്ന്. ഇത്രയും ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റായി കളയേണ്ടത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അലീന, ഞാൻ നിൻ്റെ അടുത്ത് മുമ്പേ പറഞ്ഞു, നീ ഇവിടുത്തെ അടുക്കളക്കാരിയല്ല. നീ മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് അറിയേണ്ട കാര്യമില്ല. അതെല്ലാം നമ്മൾ പറഞ്ഞ് തീർത്ത കാര്യം. ഇപ്പം നീ ഇവിടെ താമസിക്കുന്നത് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകളായിട്ടാണ്. നീ ആ ഒരു പ്രൗഢി വേണം ഇവിടെ കഴിയാൻ.
നിൻ്റെ അടുത്ത് ഞാൻ മുമ്പേ പറഞ്ഞു നീ അടുക്കളയിൽ പോയി പൗലോസിൻ്റെ അടുത്തൊന്ന് സംസാരിക്കുകയോ ഭരിക്കുകയോ ചെയ്യേണ്ടെന്ന്. പൗലോസിനറിയാം എന്തൊക്കെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്യണമെന്നുള്ളത്. പിന്നെ എന്തെങ്കിലും അധികം വരുന്ന ഭക്ഷണം ഇവിടുത്തുള്ളവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്താ തെറ്റ്? ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വേസ്റ്റ് സാധനങ്ങളൊന്നും എടുക്കല്ലെന്നുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അലീനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അലീനയ്ക്ക് അങ്ങ് വിഷമാവും. ഒരു കാര്യങ്ങളും അലീന ഇടപെടേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റാൻലിക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്, അലീനയ്ക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അലീന അങ്ങ് പോവുകയാണ്. അതിനുശേഷം അലീന അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുകയാണ്. അങ്ങനെ മിക്കപ്പോഴും ഭക്ഷണം കഴിക്കത്തില്ല, ഉപവാസമൊക്കെ കിടക്കും. ഇതൊക്കെ കാണുമ്പോൾ കുട്ടിച്ചാനങ്ങ് വിഷമം ഉണ്ടാകുന്നുണ്ട്. അലീനെ ഭക്ഷണം കഴിക്കാനൊക്കെ വിളിക്കുമ്പോൾ വേണ്ട വല്യപ്പച്ച എനിക്ക് വിശപ്പില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ്. ഇതൊക്കെ ലാലിച്ചൻ്റെ അടുത്ത് വന്ന് കുട്ടിച്ചായൻ പരാതിയായിട്ട് പറയുന്നുണ്ട്. എടാ നീ എന്തിനാ ആ കൊച്ചിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? അവൾ കണ്ടില്ലേ ആഹാരം പോലും കഴിക്കാതെ കിടക്കുന്നത്? അവൾക്ക് മത്സരമില്ല, അവൾ പൗലോസിനോട് മത്സരിക്കില്ല, ആദ്യം അത് നടക്കട്ടെ എന്ന് പറഞ്ഞു. എടാ അവൾ കാര്യങ്ങളല്ലേ പറഞ്ഞത്, സാധനങ്ങൾ ആവശ്യമില്ലാതെ വെച്ച് വേസ്റ്റായി കളയേണ്ടെന്നല്ലേ അവൾ പറഞ്ഞോളൂ. ഇല്ലായ്മയെന്ന് വളർന്നു വന്നതുകൊണ്ട് അവൾക്ക് അതിൻ്റെ വില അറിയാം. അതിന് നീ എന്തിനാ അവളെ ശാസിക്കുന്നത്? അവൾ കാര്യമല്ലേ പറഞ്ഞതെന്നൊക്കെ പറയും. അതിൻ്റെ പേര് വെറുതെ സർവൻറ്റിനോട് വഴക്ക് കൊണ്ട കാര്യമുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾക്ക് എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അലീനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അലീന ആഹാരമൊന്നും കഴിക്കത്തില്ല. പിന്നെയും വല്യപ്പച്ചനങ്ങ് സങ്കടമാണ്, ചിന്നമ്മയാണല്ലോ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്. അങ്ങനെ വന്നിട്ട് പറയും എടാ ചിന്നമ്മ ആഹാരം കഴിക്കാതിരിക്കുന്നത്, അതുകൊണ്ട് എനിക്കും ഭക്ഷണമൊന്നും വേണ്ട. അങ്ങനെ കുട്ടിച്ചായനും ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും ആഹാരം കഴിക്കാതിരിക്കുമ്പോഴത്തേക്ക് പിന്നെ ലാലിച്ചനും ഭക്ഷണം കഴിക്കാൻ തോന്നത്തില്ല. അങ്ങനെ പിറ്റേ ദിവസം റൂമിന് പുറത്ത് നോക്കുമ്പോഴത്തേക്ക് അലീന പ്രാവിനൊക്കെ ഇങ്ങനെ തീറ്റ കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അലീനെ വിളിക്കുന്നുണ്ട്. എന്താ പപ്പ നീ ഇങ്ങ് വന്നേ എന്ന് പറയും. അങ്ങനെ അലീനെ വിളിക്കുന്നുണ്ട്. പറയും നീ ഭക്ഷണം കഴിക്കാൻ പറയും. എനിക്ക് വിശപ്പില്ല പപ്പയെന്ന് പറയും. അത് പറ്റത്തില്ല, നീ പട്ടിണി കിടക്കാൻ വേണ്ടിയാണോ നിന്നെ ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവന്നത്? കഴിക്കാൻ പറയും. അങ്ങനെ എനിക്ക് പപ്പ തന്നെ എനിക്ക് എടുത്തു തരാൻ പറയും. അപ്പോഴത്തേക്ക് ഒരു ഫോർക്ക് എടുത്ത് കൊടുക്കാൻ പറയും. ഫോർക്കും സ്പൂണും ഒന്നും വേണ്ട, നൈഫിൻ്റെ ഒന്നും ആവശ്യമില്ല, പപ്പ എനിക്ക് കൈ കൊണ്ട് എടുത്ത് തന്നാൽ മതിയെന്ന് പറയും. അങ്ങനെ കൈ കൊണ്ട് ഭക്ഷണം എടുത്ത് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് അലീന തിരിച്ചും ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ പിണക്കമൊക്കെ തീരുകയാണ്. അതിനുശേഷം പൗലോസിനെ കിച്ചണിലോട്ട് വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും പൗലോസേ ഈ ഇരിക്കുന്നത് അറിയാം, ഈ ഇരിക്കുന്നത് എൻ്റെ മകൾ അലീനയാണ്. ഇനി അവൾ പറയുന്ന കണക്കാണ് ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത്. അവൾ എന്ത് പറയുന്നു അതനുസരിച്ചാൽ മതി. പറഞ്ഞാൽ കേട്ടല്ലോ? അപ്പോഴത്തേക്ക് അലീനയ്ക്ക് കുറച്ചുകൂടി സന്തോഷമാവുന്നുണ്ട്. താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പപ്പ അനുസരിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ കുട്ടിച്ചായനും സന്തോഷമാവും. അപ്പോൾ ചിന്നമ്മ തന്നെയാണ് ഈ ഇരിക്കുന്നത്. ചിന്നമ്മയ്ക്ക് മാത്രമേ ലാലിച്ചനെ മര്യാദ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു സന്തോഷമുണ്ട്. ഇനി ഇവൻ്റെ കുടിയൊക്കെ കുറച്ച് കുറയും, അലീനയ്ക്ക് അതെല്ലാം നിയന്ത്രിക്കാൻ കഴിയും എന്നൊക്കെ സന്തോഷമാണ് കുട്ടിച്ചായൻ. അങ്ങനെ അവർ അച്ഛൻ്റെയും മകളുടെ സ്നേഹമൊക്കെ കാണുമ്പോൾ കുട്ടിച്ചായനങ്ങ് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്ന അടുത്തൊരു മുംബൈയിലെ അപ്കമിങ് റിവ്യൂവിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.